ഹായ് ഡിസോ വയർലെസ് പവറിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഓവിയാണ് ഇന്നത്തെ വീഡിയോ. 1399 അല്ലെങ്കിൽ 999 നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകളെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പൂർണ്ണമായും പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മളിരിക്കുന്ന സെയിം സ്റ്റുഡിയോ അല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. കാരണം ഇൻട്രോ എടുത്തതും ഒക്കെ തന്നെ എൻ്റെ കമ്പ്യൂട്ടറിലായിരുന്നു, അത് അടിച്ചു പോയി. അപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യുവാണ്. ബാക്കി കാര്യങ്ങൾ എന്താ പറയുക, അൺബോക്സിങ്ങും അതൊക്കെ തന്നെ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അത് നിങ്ങൾ നമ്മുടെ സെയിം സ്റ്റുഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് തന്നെ കാണും. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യக்கூടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ഡിസോ വയർലെസ് പവറും കൂടാതെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും റിയൽമി ടെക് ലൈഫ് എന്ന് എഴുതിയിട്ടുണ്ട്. സെയിം നമ്മുടെ ഡിസോ വയർലെസ് ഉണ്ടല്ലോ, അതിൻ്റെ അതേ ബോക്സ് തന്നെയാണ്. വലതുവശത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല. ഇടതുവശത്ത് റിയൽമി ടെക് ലൈഫ് ഡിസോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട്. പുറകിൽ നോക്കുകയാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞത് 2021, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞത് 2499 രൂപയാണ്. എന്നാൽ ഇത് ലോഞ്ചിങ് ഓഫറിൽ നമുക്ക് 999 രൂപയ്ക്ക് കിട്ടിയതാണ്. ഇപ്പോൾ പക്ഷേ വില 1399 രൂപയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് വയലറ്റ് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ്. ഇതല്ലാണ്ട് ക്ലാസിക് ബ്ലാക്ക്, ഹണ്ടർ ഗ്രീൻ എന്നിങ്ങനെ 2 കളേഴ്സിൽ കൂടി ഇത് അവൈലബിൾ ഉണ്ട്. സെയിം നമ്മുടെ എന്താ പറയുക, ഡിസോ വയർലെസിൻ്റെ കേസും അല്ലെങ്കിൽ അതൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതല്ലാണ്ട് കൂടെ കിട്ടുന്നത് ഒരു ടൈപ്പ് സി മിനി കേബിളും കൂടാതെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളാണ്. കൂടാതെ ഒരു യൂസർ ഗൈഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസോ വയർലെസ് പവർ. എന്തായാലും ഫിസിക്കലി ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു മീഡിയം സോഫ്റ്റ് റബ്ബർ ടൈപ്പ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. തൊട്ട് താഴെയായിട്ട് കാണാൻ സാധിക്കുന്ന 2 കമ്പാർട്ട്മെൻറ്റ്സുകളും പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കമ്പാർട്ട്മെൻറ്റ്സുകളിൽ കാണാൻ സാധിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. വലതുവശത്താണ് കൺട്രോൾ പാനൽസ്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഒരു സെഷനിലും, തൊട്ട് താഴെയായിട്ട് MFP മറ്റൊരു സെഷനിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ടൊരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. സൈഡിലൊരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. ഇടതുവശത്ത് നമ്മുടെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ്സ് ആണ്. അതിൽ ഡിസോയുടെ ലോഗോയും കാണാൻ സാധിക്കും. ഇനി താഴേക്ക് വരുമ്പോഴത്തേക്ക് 2 ഇയർബഡുകളോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വയേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ സെയിം റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോ അല്ലെങ്കിൽ ഡിസോ വയർലെസ്, ഇനി അതല്ല റിയൽമി ബഡ്സ് വയർലെസ്, ഇതിലൊക്കെ കാണാൻ സാധിക്കുന്ന സെയിം പാറ്റേണിലുള്ള വയേഴ്സ് തന്നെയാണ്. പെട്ടെന്ന് അങ്ങോട്ട് കേടായി പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. ഒരു 2 വർഷം നമുക്ക് എങ്ങനെയായാലും റഫ് യൂസ് ചെയ്താലും ഇത് മുന്നോട്ട് പോകുന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇയർബഡുകളെ കുറിച്ച് പറയുവാണെങ്കിൽ 11.2 mm ഡൈനാമിക് ബേസ് ബൂസ്റ്റ് പ്ലസ് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ ലഭ്യമാകുന്നത്. കൂടാതെ ഒരു മാറ്റ് ആൻഡ് ഗ്ലോസി ഫിനിഷ്ഡ് ഡ്യുവൽ ഡിസൈനോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഇയർബഡുകൾ കാണാൻ സാധിക്കുന്നത്. ഡിസൈൻ പിന്നെ ഇത് തന്നെയാണ് ഡിസോ വയർലെസിലും റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോയിലും ഒക്കെ സെയിം നമുക്ക് കാണാൻ പറ്റുന്നത്. അതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ ഏറ്റവും പറയിൽ ഇയർബഡുകളുടെ ടിപ്പിൽ കാണുന്ന ആ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് സെയിം ഡിസോ വയർലെസിൽ തന്നെയാണ്. ഇവിടെയും നമുക്ക് മാഗ്നറ്റിക് കൺട്രോൾ ഉണ്ട്. അതായത് ഡിറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഏത് ഡിവൈസിലാണോ ഓൾറെഡി പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി പെയർ ആവും. അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് ഡിസ്കണക്ട് ആകും. അങ്ങനെ ഉള്ള ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബാറ്ററി നല്ല രീതിക്ക് തന്നെ സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 150 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഈ ഒരു ഡിസോ വയർലെസ് പവറിൽ നിന്ന് നമുക്ക് 18 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത്. കൂടാതെ 150 mAh 100% ആകാനായിട്ട് 2 മണിക്കൂറും കമ്പനി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ 2 മണിക്കൂർ 120 മിനിറ്റ് നമുക്ക് പ്ലേ ടൈമും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമ്മളൊരു 50% അല്ലെങ്കിൽ 60% പാട്ട് കേട്ടാൽ മാത്രമേ ആ ഒരു 18 hours എന്ന് പറഞ്ഞത് എക്സാക്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് 15ലേക്കും 14ലേക്കും മാറിപ്പോകുന്നതാണ്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.2, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രിസ്ലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കേടായി പോകാൻ ചാൻസസ് വളരെ കുറവാണ്. 1 വർഷം നമുക്കിതിന് വാറന്റി ഉണ്ട്. വാറന്റി ഉണ്ട്. ഡിസോയുടെ സർവീസ് സെന്റർ നമ്മൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കുക. പൊതുവെ എല്ലായിടത്തും റിയൽമിയുടെ സർവീസ് സെന്റർ തന്നെ ആയിരിക്കും. എന്നാൽ നിങ്ങളുടെ പ്ലേസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് റീപ്ലേസ് ചെയ്ത് കിട്ടുന്നതാണ്. ഫിസിക്കൽ ഡാമേജ് ഇല്ല, അല്ലാണ്ടുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം. ഇനി ഡിസോ വയർലെസ് വർക്ക് ആവുന്ന പോലെ തന്നെ റിയൽമി ലിങ്ക് ആപ്പിൽ ഈ ഒരു ഡിസോ വയർലെസ് പവർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ റിയൽമി ലിങ്ക് ആപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കാണാൻ സാധിക്കും ഡിസോ വയർലെസ് പവർ. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കണക്റ്റഡ് ആണ്. 80% നമുക്കിതിൽ ചാർജ് ഉണ്ടെന്നൊക്കെ തന്നെ ഇവിടെ ഈ ഒരു ആപ്പിലൂടെ കാണാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് സൗണ്ട് എഫക്റ്റ് ഉണ്ട്. ബേസ് ബൂസ്റ്റ് പ്ലസ് അതുപോലെ തന്നെ
തന്നെ ബാലൻസ്ഡ് ബ്രൈറ്റ്. ഈ ഒരു ബാലൻസ്ഡ് മുന്നേ നമുക്ക് കാണാൻ സാധിച്ചത് ഡൈനാമിക് എന്നാണ്, ഇപ്പോൾ അത് എന്നാലും ബാലൻസ്ഡ് ആണ്. ഞാൻ മറ്റുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അതായത് റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോയുടെ ആയാലും ഡിസോ വയർലെസിൻ്റെ ആയാലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് ഈ ഡൈനാമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ബേസ് കുറച്ച് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും ബേസ് ബൂസ്റ്റ് പ്ലസിലേക്ക് പോകുക. ഇനി അതല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണെങ്കിൽ ഓൾറെഡി ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാലൻസ്ഡിലേക്ക് പോകുക. ഇനി അതല്ല നിങ്ങൾക്ക് വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ട് കേൾക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബ്രൈറ്റിലേക്ക് പോകുക. ഇനി കൂടാതെ വോളിയം എൻഹാൻസർ, അതായത് നമുക്കൊരു 100% ഇട്ടാലും ഒരു 150% എഫക്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു വോളിയം എൻഹാൻസർ നമ്മൾ ഓൺ ആക്കി കൊടുത്താൽ മതി. നല്ല രീതിക്ക് ലൗഡായിട്ട് പാട്ട് കേൾക്കാൻ സാധിക്കും. കൂടാതെ ഗെയിം മോഡ് ഞാനിവിടെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 88 ms ലോ ലേറ്റൻസി ഉണ്ട്. ട്രിപ്പിൾ ടാപ്പ് ഒന്നെങ്കിൽ നമ്മൾ MFBയിൽ ചെയ്യുക, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പിൽ വന്നിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഓട്ടോ ആൻസർ, അതായത് ഇയർബഡുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ആൻസർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് ഞാൻ എന്തായാലും മാറ്റി വെച്ചേക്കുവാണ്. കൂടാതെ ബട്ടൺ സെറ്റിംഗ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് സിംഗിൾ ടാപ്പിൽ നമുക്ക് പ്ലേ ആൻഡ് പോസ് ചെയ്യാം, ഡബിൾ ടാപ്പിൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക്, ട്രിപ്പിൾ ടാപ്പിൽ ഗെയിം മോഡ്, ഇനി അതല്ല ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാണ്ടുള്ള സംഭവം. ഇത് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ സിംഗിൾ ടാപ്പിൽ വേറെ എന്തോ നെക്സ്റ്റ് ട്രാക്കിലേക്ക് വേണോ, അല്ല പ്രീവിയസ് ട്രാക്കിലേക്ക് വേണോ, വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവണോ, സ്വിച്ച് ഡിവൈസസ് വേണോ, ഇനി അതല്ല ഗെയിം മോഡ് നണ്ണ്, എന്ത് വേണമെങ്കിലും നമുക്കിതിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു റിയൽമി ലിങ്ക് ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഡിസോ വയർലെസ് പവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു പ്രോഡക്റ്റിന്റെ കംഫർട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡിസോയിലാണെങ്കിലും റിയൽമിയിലാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പെർഫെക്റ്റ് കംഫർട്ടാണ് എനിക്ക് ഈ രണ്ട് പ്രോഡക്റ്റുകളും വെയർ ചെയ്യുമ്പോഴത്തേക്ക്. വേറെ ഒരു പ്രശ്നമല്ല, പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ആവുന്നുണ്ട്. എന്താ പറയുക, ഒരു പ്രശ്നമല്ല. ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മണിക്കൂർ ആണെങ്കിലും ഇതുപോലെ അങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കാര്യം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. മറ്റുള്ളവരുടെ എന്താ പറയുക, നിങ്ങളത് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് എന്തായാലും പെർഫെക്റ്റ് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക്. ഇനി മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ, അതായത് നോയ്സിന്റെ ബഡ്സ് VS202 ചെയ്ത പോലെ വേറൊരു കൂട്ടുകാരനെ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കേട്ടിട്ട് അതിനുശേഷം മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. എടാ ഞാനേ ഇപ്പൊ വിളിക്കുന്നത് ഡിസോ വയർലെസ് പവർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു നെക്ക് ബാൻഡ് ഉണ്ട്, അതിനാണ്. എന്റെ വോയിസ് ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഫാന്റെ സൗണ്ടോ അല്ലെങ്കിൽ വല്ലതും കേൾക്കുന്നുണ്ടോ? ഡിസ്റ്റർബൻസ് വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല, പക്ക കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പക്ഷെ ഞാൻ ഇപ്പൊ റൂമിനകത്താണ്, അപ്പോൾ ഔട്ട്ഡോറിൽ അറിയാൻ വയ്യ. എന്തായാലും ഇപ്പൊ ഓക്കെ ആണല്ലോ അല്ലേ? റൂമിനകത്ത് ഇരുന്നിപ്പോ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് നിനക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ അല്ലേ? ഞാൻ റെക്കോർഡ് ചെയ്യുമായിരുന്നേ. ശരി, ഞാൻ വിളിക്കാം. ശരി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേട്ടതാണ് എന്തായാലും ആ ഒരു മൈക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത്. കൂട്ടുകാരൻ പറഞ്ഞതുപോലെ എന്താ പറയുക, പെർഫെക്റ്റ് ആണ്, അവന് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഞാൻ വീടിന് ഉള്ളിലാണ്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ VS202 ഞാൻ വീടിനകത്ത് നിന്നിട്ടാണ് സംസാരിച്ചത്, എന്നിട്ടും അവന് എന്താ പറയുക ഓപ്പോസിറ്റ് നിന്ന് ആൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഡിസോ വയർലെസ് പവർ ഇപ്പോൾ ഗോകുൽ പറഞ്ഞ പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് സെയിം നമ്മുടെ ഡിസോ വയർലെസിന്റെ എന്താണോ ഔട്ട്പുട്ട് അത് തന്നെയാണ്. വേറെ ഒരു വ്യത്യാസവും എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇതിനകത്ത് നമുക്ക് കോഡക്ക് പറയുകയാണെങ്കിൽ SBC മാത്രമേ ഉള്ളൂ. ഡിസോയുടെ ഒരു പ്രോഡക്റ്റുകളിൽ എപ്പോഴും ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവം ഇത് തന്നെയാണ്. AAC ഇല്ല, SBC മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് AAC വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിയൽമിയിലേക്ക് പോകുക എന്നുള്ളതാണ്. 100% നമ്മൾ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് വോളിയം എൻഹാൻസ്ഡ് ചെയ്തിട്ട് നമ്മൾ പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് പതർച്ച അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഒരു 70% ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു 80% കേൾക്കുമ്പോഴത്തേക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അവിടെയും വേറെ പ്രശ്നമൊന്നുമില്ല. ബേസ് നല്ല ഡോമിനേറ്റഡ് ആണ്. പിന്നെ ബോട്ടിന്റെ അത്രയും വലിയ ഡോമിനേറ്റഡ് അല്ലെങ്കിൽ പോലും ബേസ് ഡോമിനേറ്റഡ് ആണ്. ബേസ് ബൂസ്റ്റഡ് ഓൺ ആക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ബേസ് കിട്ടും. ബാലൻസ്ഡിൽ തന്നെ എനിക്ക് നല്ല പെർഫെക്റ്റ് ഒരു എന്താ പറയുക ബേസ് കിട്ടിയെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബേസ് ബൂസ്റ്റിനൊന്നും ആവശ്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ബാലൻസ്ഡിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ പാട്ട് കേൾക്കാനും, ഇനി അതല്ല നിങ്ങൾക്ക് വെബ് സീരീസോ അല്ലെങ്കിൽ മൂവീസോ എന്ത് യൂട്യൂബ് വീഡിയോസോ എന്ത് വേണമെങ്കിലും കാണാൻ പറ്റും. ലേറ്റൻസിനെ കുറിച്ച് പറയുവാണെങ്കിലും അവിടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല പക്ക കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ 88 ms ലോ ലേറ്റൻസി ഓൺ ആക്കിയിട്ട് PUBG ഒക്കെ കളിക്കുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അവിടെയും വേറെ ഒരു പ്രശ്നവുമില്ല. ഓവറോൾ നമുക്ക് 999 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുവാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിയതിൽ ഒരു കുഴപ്പമില്ല. ആകെ പറയാൻ പറ്റുന്ന ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ ഒരു AAC ഇല്ല എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അതർവൈസ് ഈ ഒരു പ്രോഡക്റ്റ് 1399 രൂപയാണ് നോർമൽ റേറ്റ്. അതിൽ വാങ്ങിച്ചാലും വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ബ്ലൂടൂത്ത് വേർഷൻ 5.2 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോലും കുറച്ച് എന്താ പറയുക പുതിയത് തന്നെയാണ് ഈ ഒരു ബ്ലൂടൂത്ത് വേർഷൻ 5.2 എന്ന് പറയുന്നത്. 5.3 ഓൾറെഡി ആയി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു
5.2 ലേറ്റസ്റ്റ് അല്ല എന്ന് പറയുന്നത്. പെർഫെക്റ്റ് ഓൺ തന്നെയാണ്. ഡിസോ വയർലെസ് നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് വാങ്ങിക്കാണ്ട് ഡിസോ വയർലെസ് പവറിലേക്ക് പോവുക. കളേഴ്സും പല ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബ്ലൂ കളറാണെങ്കിൽ നല്ല ഒരു വെറൈറ്റി കളറാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ നമുക്കൊരു ഡിസോ വയർലെസ് പവറിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഡിസോ വയർലെസ് പവറും ഡിസോ വയർലെസ് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റുകളിൽ ഏത് ഞാൻ വാങ്ങിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്തൊരു വീഡിയോ ഉണ്ടാവും. ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ അങ്ങോട്ട് കൺഫ്യൂഷനൊക്കെ മാറുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.